AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പടവലങ്ങ തോരനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കറി വെക്കാൻ എടുത്തതായിരുന്നു. അപ്പോൾ കുറച്ച് മൂപ്പ് കൂടുതലായി തോന്നി, അതുകൊണ്ട് ഞാൻ തോരനാക്കാമെന്ന് കരുതി. പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് ഇത് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പടവലങ്ങ എല്ലാം വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് നാളികേരം ചിരകിയും കൂടെ എടുത്തു. ഇനിയിപ്പോൾ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്നത് പോലെ കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഈ പടവലങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് ആവിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിതാ പടവലങ്ങയൊക്കെ ചേർത്ത് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കിത് വെന്ത് ഒരു 3/4 വേവൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ആ മുട്ടയും കൂടെ ചേരുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പടവലങ്ങ സ്വന്തം ചേർത്ത് കഴിയുമ്പോൾ എനിക്ക് എന്തോ അത്രയ്ക്കൊരു ടേസ്റ്റ് തോന്നിയില്ല. അപ്പോൾ ആ മുട്ടയും കൂടെ ചേർത്തൊന്ന് ഉണ്ടാക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ പടവലങ്ങ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മുട്ടയാണ് എടുത്തത്, കാരണം വളരെ കുറച്ച് അളവിലേ ഉള്ളൂ പടവലങ്ങ കൂടുന്നതിനനുസരിച്ച് മുട്ടയും കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുട്ട ഞാൻ ചേർത്തൊഴിക്കുമ്പോൾ ഉപ്പോ കുരുമുളകൊന്നും ചേർത്തിട്ടില്ല. മുട്ട അതുപോലെ പൊട്ടിച്ചഴിച്ച് ഇതിലേക്ക് നന്നായിട്ട് ചിക്കി പൊരിച്ച് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കൈയെടുക്കാണ്ട്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് ഉലർത്തിയെടുക്കാം, മുട്ടയും പടവലങ്ങയും എല്ലാം കൂടെ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കുക. നാളികേരത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുട്ട നമ്മുടെ ഈ ഇതിൽ കടന്നു വന്ന ഉപ്പൊക്കെ ഇതിലേക്ക് പിടിക്കുകയും വേണമല്ലോ. അതിനെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് മതി കേട്ടോ. അതുപോലെ തീയൊക്കെ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയാൽ നമ്മുടെ തോരൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വയ്ക്കട്ടെ. ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ മാറ്റി. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല, നമുക്കിതൊന്ന് ഒഴിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പടവലങ്ങ തോരൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.